ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ചാനല് 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു സെൽഫ് ലവ് ചലഞ്ച് ആരംഭിച്ചാലോ? സെൽഫ് ലവ് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സെൽഫ് ലവിന് വേണ്ട എക്സസൈസ് ഒരാഴ്ചത്തേക്ക് നമുക്ക് കണ്ണാടിയെ കൂട്ടുപിടിച്ച് ചെയ്യാം. ലൂയി ഹെയാണ് കണ്ണാടിയെ കൂട്ടുപിടിച്ച് സെൽഫ് ലവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്കും കണ്ണാടിയെ കൂട്ടുപിടിച്ച് നമ്മുടെ സെൽഫ് ലവ് ചലഞ്ച് ആരംഭിച്ചാലോ? നമ്മളെ സ്നേഹിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നമ്മുടെ ജീവിത വിജയത്തിന്. അപ്പൊ ഈ കണ്ണാടിയെ കൂട്ടുപിടിച്ച് നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തില് നമ്മളുമായിട്ട് തന്നെയുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെയധികം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ മിറർ വർക്ക് ആരംഭിക്കുമ്പോ എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ, ഇത് ഭയങ്കര ഈസി ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ശരിക്കും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് അതിന്റെ ഡിഫിക്കൽട്ടി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയുക. കൃത്യമായിട്ട് പ്രാക്ടീസുകൾ ചെയ്യുന്നവർക്കാണ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ പറയുന്ന പ്രാക്ടീസുകൾ കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ചിന്താഗതിയിൽ വരുന്ന ചെറിയൊരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് മതിയായതാണ്. നമ്മൾ പഠിച്ചു, ചിന്തകൾക്ക് ശക്തിയുണ്ട്, വേർഡ്സിന് ശക്തിയുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? മിറർ വർക്ക് എക്സസൈസ് നമുക്ക് അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് മുഖം കഴുകി കണ്ണാടി ഒന്നും നോക്കാതിരിക്കില്ല അല്ലെ? ഇനി അങ്ങനെ നോക്കാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും എഴുന്നേറ്റ് മുഖം കഴുകിയിട്ട് കണ്ണാടി ഒന്ന് നോക്കണം. അപ്പോഴാണ് നമ്മുടെ മിറർ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മിറർ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ദിവസത്തിൽ എപ്പോഴെല്ലാം നമ്മൾ കണ്ണാടി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അപ്പോഴൊക്കെ നമ്മൾ ഈ മിറർ വർക്ക് എക്സസൈസ് നമ്മൾ ചെയ്യണം. ഇനി കണ്ണാടി നോക്കാറില്ല, നമ്മളൊരു ഗ്ലാസിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാണ്, അല്ലെങ്കിൽ ഒരു ജനലിന്റെ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ നമ്മൾ ആ ജനലിൽ കണ്ടു, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷൻ കണ്ടു. സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷൻ കാണാറുണ്ട് അല്ലെ? അപ്പൊ നമ്മള് ജോലി സ്ഥലത്താണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ എവിടെയെങ്കിലും കണ്ടാല് അപ്പൊ നമ്മൾ ഈ മിറർ വർക്ക് ഓർക്കണം, നമ്മൾ ആ എക്സസൈസ് നമ്മൾ ചെയ്യണം. ഇനി ഇതൊന്നും എനിക്ക് പോസിബിൾ അല്ല, ഞാൻ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, ഞാൻ ജനല് കാണാറില്ല, ഒന്നും കാണാറില്ല, ഞാൻ ഒരിടത്ത് കുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നടന്ന് ജോലി ചെയ്യണം, അങ്ങനെ പറയുന്നവർക്കായിട്ട് നിങ്ങൾക്ക് ചെറിയ പോക്കറ്റ് മിറേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള പോക്കറ്റ് മിറേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെ? അപ്പൊ ആ പോക്കറ്റ് മിറേഴ്സ് നമ്മള് പേഴ്സിലോ പോക്കറ്റിലോ കീപ്പ് ചെയ്യുക. നമുക്ക് എപ്പോഴാണോ ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടുക, അതായത് 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഈ പോക്കറ്റ് മിറർ എടുത്തിട്ട് നമുക്ക് മിറർ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾ പറയും, എനിക്ക് ഇതൊന്നും പറ്റില്ല, ഞാൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. ഓക്കെ, കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? എങ്ങനെയാണ്? ഒരു 2-3 മിനിറ്റ് എന്തായാലും നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പൊ ആ 3 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യാം. നമ്മളിപ്പോ കോഫി ബ്രേക്കിന് ഇറങ്ങുമ്പോഴോ നമ്മൾ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുമ്പോഴോ ഒക്കെ നമുക്കിത് ചെയ്യാം. നമുക്ക് എന്തൊരു കാര്യവും നമ്മൾ വേണമെന്ന് വെക്കുമ്പോഴാണ് നമുക്ക് സമയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. സമയം ഒരിക്കലും എനിക്ക് സമയം ഇഷ്ടം പോലെയുണ്ട്, എല്ലാവർക്കും 24 hours ആണ് ഒരു ദിവസത്തിൽ കിട്ടുള്ളൂ. ആ 24 hours 1 മിനിറ്റ് കൂടുതലോ കുറവോ വേറെ ആർക്കും ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരുപോലെ ദൈവം തന്നേക്കുന്ന ഒരു റിസോഴ്സ് ആണ് സമയം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തുക.
മിറർ വർക്ക് ഇഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മിറർ വർക്ക് മാത്രമല്ല, നമ്മൾ അതിന്റെ കൂടെ തന്നെ ഒരു ജേണൽ കൂടെ എഴുതുന്നുണ്ട്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ തരും. അപ്പൊ ആ ഒരു ജേണൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഈ ജേണൽ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജേണൽ എഴുതുന്നത്. അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സ് എന്താ, നമ്മുടെ ഫീലിങ്സ് എന്താ, അതുവഴി നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ സെൽഫ് അല്ലെങ്കിൽ ഒരു ഹയർ സെൽഫ് ഉണ്ട്, കണക്റ്റഡ് ടു യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, യൂണിവേഴ്സിലെ പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹയർ സെൽഫ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് എല്ലാ പവറും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതായത് ഹനുമാന്റെ ഉള്ളിലുള്ള പവർ എന്തുമാത്രം ഉണ്ടെന്ന് മറ്റൊരാൾ പറഞ്ഞു കൊടുത്താലേ ഹനുമാന് മനസ്സിലാവുള്ളായിരുന്നു. അതിനുശേഷമാണ് ഹനുമാൻ ആ ശക്തി മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്തത് നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞൊരവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അപ്പൊ നമ്മുടെ ആ ഹയർ സെൽഫുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആവാനായിട്ട് ഈ ജേർണലിംഗ് എക്സസൈസ് നമ്മളെ സഹായിക്കും. നമ്മുടെ ഇന്നർ സെൽഫ് അല്ലെങ്കിൽ ഹയർ സെൽഫുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഗ്രോ ചെയ്യാനും നമ്മൾക്ക് നമ്മളെ മാറ്റിമറിക്കാനും വേണ്ടതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. നിങ്ങൾ അതിരാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള നിങ്ങളുടെ ബാത്റൂം മിറർ ആണെങ്കിൽ ബാത്റൂം മിറർ, അതെല്ലാം നിങ്ങളുടെ റൂമിലെ മിറർ ആണെങ്കിൽ അവിടെ നിങ്ങൾ ആ മിററിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. അപ്പൊ നിങ്ങളുടെ പ്രതിബിംബം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാടിയിൽ കാണാൻ പറ്റും. ഉടനെ തന്നെ നമ്മളുടെ പ്രതിബിംബത്തില് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുക. കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുക. എന്നിട്ട് നന്നായിട്ട് നീട്ടി ശ്വാസം വലിച്ചെടുക്കുക, പുറത്തേക്ക് വിടുക. 1-2 പ്രാവശ്യം ശ്വാസം വലിച്ച് പുറത്തേക്ക് വിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയാം, എനിക്ക് നിന്നെ ഇഷ്ടപ്പെടണം, എനിക്ക് നിന്നെ ശരിക്കും സ്നേഹിക്കുവാൻ പഠിക്കണം. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. വീണ്ടും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ പഠിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കാൻ പഠിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ എക്സസൈസ്. ഉദാഹരണത്തിന് ഒരാളുടെ പേര് ജിജി എന്നാണെന്നിരിക്കട്ടെ. ആ ആള് വീണ്ടും ഒരു അഫർമേഷൻ ചെയ്യേണ്ടത്. അതായത് ഇത് നമ്മളിങ്ങനെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ വിഡ്ഢിത്തരമായിട്ടോ പൊട്ടത്തരമായിട്ടോ ഇതെന്താണിത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒരുപാട് റിസൾട്ട് വേൾഡ് വൈഡ് ഉണ്ടാക്കിയ എക്സസൈസുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുക, റിസൾട്ട് ഉറപ്പായിട്ടുമുണ്ട്. നമ്മൾ വേണ്ടത്ര ഫീലിങ്ങോടുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഡീപ് ബ്രെത്ത് എടുക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മള് ശ്വാസം അറിഞ്ഞു തന്നെ എടുക്കുക, ഡീപ്പായിട്ട് എടുക്കുക, പുറത്തേക്ക് വിടുക. നമ്മൾ ബ്രെത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കണ്ണാടിയിൽ നോക്കുക, നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ തന്നെ പേര് പറയുക. ഉദാഹരണം ജിജി എന്നാണ് പേരെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാൻ പഠിക്കാൻ തയ്യാറാണ് ജിജി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാൻ പഠിക്കാൻ തയ്യാറാണ്. നമ്മൾ പറഞ്ഞ ഇത്രയും അഫർമേഷൻസ് നമ്മൾ ആദ്യം ഇത് പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് നമ്മുടെ ഇത് കഴിഞ്ഞു. ആകെ 5 മിനിറ്റ് ഇതിനെടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴെല്ലാം കണ്ണാടിയുടെ മുന്നിലൂടെ അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ മുന്നിലൂടെ പാസ് ചെയ്ത് നമ്മുടെ റിഫ്ലക്ഷൻസ് എപ്പോഴെല്ലാം കാണുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ ഈ അഫർമേഷൻസ് ഓർത്ത് പറയേണ്ടതാണ്. ആദ്യം തന്നെ പറയേണ്ടത് എന്താണ്? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടണം, എനിക്ക് നിന്നെ സ്നേഹിക്കുവാൻ പഠിക്കണം. അപ്പൊ നമുക്കെല്ലാം ആസ്വദിച്ചുകൊണ്ട് അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ പറയുന്നത്? ഞാൻ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുവാൻ പഠിക്കുകയാണ്, ഞാൻ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുവാൻ പഠിക്കുകയാണ്, ഞാൻ ശരിക്കും നിന്നെ സ്നേഹിക്കുവാൻ പഠിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുവാൻ പഠിക്കുവാൻ തയ്യാറാണ് ജിജി, ഞാൻ നിന്നെ സ്നേഹിക്കുവാൻ പഠിക്കുവാൻ തയ്യാറാണ് ജിജി. ഇങ്ങനെയുള്ള രീതിയിലുള്ള അഫർമേഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ അഫർമേഷൻസ് എല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ പേര് വെച്ച് വേണം നമ്മൾ പറയാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഈ മിറർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും വർക്ക് ആവത്തില്ല, ഇത് ശരിയാവത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ചിലർക്ക് ഇത് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വരും.
ചിലർക്ക് ഇത് പറയുമ്പോ, കണ്ണാടിയിൽ നോക്കി പറയുമ്പോ ഭയങ്കരമായിട്ട് കരച്ചില് വരും. അതെല്ലാം ഓക്കെയാണ്, അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. നമ്മള് ഇത് ചെയ്തു തുടങ്ങുമ്പോ കറക്റ്റായിട്ട് ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് അതെല്ലാം. എപ്പോഴും ഓർക്കുക, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കാരണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിന്റെ കൂടെ ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഫസ്റ്റ് നിങ്ങളുടെ മോർണിംഗ് മിറർ വർക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ എന്തായിരുന്നു ഒബ്സർവ് ചെയ്തത് നിങ്ങളിൽ തന്നെ? നിനക്ക് എന്താ തോന്നിയത്? നിനക്ക് ദേഷ്യമാണോ തോന്നിയത്? അതോ നിനക്ക് വിഷമമാണോ, സങ്കടമാണോ തോന്നിയത്? അതോ ഇത് ഭയങ്കര വിഡ്ഢിത്തരമാണ്, ഇത് ഭയങ്കര ബോറിംഗ് ആണ്, ഇതൊന്നും നടക്കില്ല, അങ്ങനെയാണോ തോന്നിയത്? നിങ്ങളത് ജേർണൽ ചെയ്ത് വെക്കുക. അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാം തോന്നുവാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ഫസ്റ്റ് മിറർ വർക്ക് കഴിഞ്ഞ് 6 മണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങളുടെ മോർണിംഗ് മിറർ വർക്കിന് 6 മണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഒബ്സർവേഷൻസ് നിങ്ങൾ എഴുതി വെക്കണം. കാരണം ഇതിനിടയിൽ പല പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും മിറർ വർക്ക്. അപ്പോ ഒരു 6 മണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഫീലിങ്സ് എന്താ, നിങ്ങളുടെ ഒബ്സർവേഷൻസ് എന്താന്ന് വീണ്ടും നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾ ദിവസം മുഴുവൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ഫോർമലി ചെയ്താലും ഇൻഫോർമലി ചെയ്താലും, അതായത് ഇപ്പൊ നമ്മള് ഫോർമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോ നമുക്ക് എപ്പോഴും ഫോർമലായിട്ട് ഒരു കണ്ണാടി മുമ്പിൽ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പാസ് ബൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ അഫർമേഷൻസ് ഓർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ കേൾക്കാതെ തന്നെ വിസ്പർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫോർമലി ചെയ്താലും ഇൻഫോർമലി ചെയ്താലും നിങ്ങൾ ഒരു കാര്യമാണ് ആലോചിക്കേണ്ടത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്ന വേർഡ്സ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്നോട് തന്നെ പറയുന്ന വേർഡ്സ്, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പഠിക്കണം, ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ്, ഈ വേർഡ്സ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ ദിവസം മൊത്തം നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തില് നിങ്ങളുടെ എന്തെങ്കിലും മാറ്റം ആ ദിവസത്തിൽ വന്നിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് ഈ എക്സസൈസ് ഈസി ആയിട്ട് വരുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുവാണോ? ഇതൊരു ഹാർഡ് ടാസ്ക് ആണ്, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് പൊട്ടത്തരമാണ്, ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല, അങ്ങനത്തെ ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടോ? അറ്റ് ലാസ്റ്റ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്നത്തെ മിറർ വർക്കിൽ നിന്ന് എന്താണ് പഠിച്ചത്? നമ്മൾ മിറർ വർക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ അന്ന് പഠിച്ചത് എന്താണ് എന്ന് കൂടെ നമ്മൾ എഴുതി വെക്കുക. നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറർ വർക്ക് ചെയ്തു തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ തന്നെ ഒരു പാട്ട് പറയുന്നുണ്ട്, നിനക്ക് അതിനുള്ള അർഹതയില്ല, അതുകൊണ്ട് നീ ഈ പറയുന്ന വേർഡ്സ് ഒന്നും വിശ്വസിക്കേണ്ട, മിററിൽ നോക്കി നീ പറയുന്ന വേർഡ്സ് ഒന്നും നീ വിശ്വസിക്കേണ്ട, നിനക്ക് അതിനുള്ള അർഹതയില്ല എന്ന് നമ്മുടെ ഉള്ളിലിരുന്നും നമ്മുടെ തന്നെ വേറൊരു പാട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും എന്നറിയുമോ? ഈ മിറർ വർക്ക് ചെയ്യത്തില്ല, എനിക്ക് മിറർ വർക്ക് ചെയ്യത്തില്ല, ഇത് ആനമണ്ടത്തരമാണ്. ഇതിനകത്ത് മിറർ വർക്കിനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഫർമേഷൻസിനോ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതിൽ നിന്ന് ഒരു കാര്യമേ മനസ്സിലാക്കേണ്ടതുള്ളൂ, നമുക്ക് ഈ ജീവിതം ഓഫർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാത്തിനുള്ള അർഹത നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ഈ മിറർ വർക്ക് നമുക്ക് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് വർക്ക് ചെയ്യില്ല, ഇത് പൊട്ടത്തരമാണെന്ന് പറയുന്നവരുടെ മൈൻഡ് സെറ്റ് ഇത്രയേ ഉള്ളൂ. ജീവിതം ഓഫർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ളതാണ് അവരുടെ മൈൻഡ് സെറ്റ്. അതുകൊണ്ടാണ് അവർക്കത് ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടും വർക്ക് ചെയ്യാതെയും തോന്നുന്നത്. അപ്പൊ അങ്ങനെ ബിലീഫ് സിസ്റ്റം ഉള്ളവര് ഒരു അഫർമേഷനും കൂടെ പറയണം, ഐ ആം ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. തുറന്ന മനസ്സുള്ളവനും സ്വീകരിക്കാൻ തയ്യാറുള്ളവനുമാണ്. ഞാൻ തുറന്ന മനസ്സുള്ളവളും സ്വീകരിക്കാൻ തയ്യാറുള്ളവളുമാണ്. ഐ ആം ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുക. ഇത് നമ്മളിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കും. കൂടാതെ നമ്മൾ ഇട്ടിരിക്കുന്ന സെൽഫ് ലവ് മെഡിറ്റേഷൻ അതുകൂടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ ഉപകരിക്കും.